ഗുഡ് മോർണിംഗ്. പനിയാണ്, സൗണ്ടൊന്നുമില്ല. ഇപ്പം സമയം 3:18 വെളുപ്പിന്. നമ്മളെ ഷിബിയുടെ കല്യാണത്തിന് 3:30. ബ്രൈഡ് ഒരുങ്ങുന്നത് 4:30. ഞാൻ ഒരുങ്ങാൻ പോകുന്നത് 3:30. കാരണം കുഞ്ഞുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാവാൻ പോകണം. അവനും പനിയാണ്, ഇക്കാക്കും പനിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇരിക്കണം. സോ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ബ്ലൗസും അൺസ്കേർട്ടും ഇട്ടിട്ട് നമുക്ക് മെല്ലെ നടന്ന് മേക്കപ്പ് ഇട്ടാൽ ആർട്ടിസ്റ്റ് റൂമിലേക്ക് പോകാം. അത് തൊട്ട് താഴെ തന്നെ കേട്ടോ. കുഞ്ഞിക്കായി നല്ല ഉറക്കമാണ്. നമുക്ക് പെട്ടെന്ന് റെഡിയായാൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. ഇല്ലെങ്കിൽ ഒരുങ്ങാൻ പക്ഷെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. ചെറുപ്പം എങ്ങനെയുണ്ട്? നല്ല സുന്ദരമായിട്ട് ഒരുങ്ങാൻ നല്ല ആവേശത്തോടെ രാവിലെ എണീറ്റ് മേക്കപ്പിന് ഇരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ബൈ ദ വേ ഇതാണ് ദീപ്തി, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞങ്ങളൊരു റീൽ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. അത് ട്രയൽ വിളിക്കും. ഞാൻ ട്രയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞെണീക്കും, വീണ്ടും വരും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഫസ്റ്റ് പോർഷൻ മാത്രം തന്നിട്ടുള്ളൂ. സെക്കൻഡിലേക്കുള്ള ആരോഗ്യമില്ലായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒട്ടും ലേറ്റ് ആക്കില്ല, പെട്ടെന്ന് റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം 2 പനിക്കാർ അവിടെ ഉറങ്ങുന്നുണ്ട്. അമ്മ എന്ന് വിളിക്കും മുന്നേ തന്നെ നമുക്ക് ദീപ്തിയുടെ ഈ കോഫി എനിക്ക് മസ്റ്റാണ്. സാരി ആയിരുന്നുകൊണ്ട് എൻ്റെ ഒരു റിക്വയർമെൻറ്റ് കണ്ണ് നല്ല പോലെ എഴുതണം, നല്ല ഹൈലൈറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹെയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എനിക്ക് ഒരു ചെറിയായിട്ടൊരു വല്ലായ്മയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അന്ന് 7 ദിവസം അഡ്മിറ്റായ ആ പനിയുടെ തുടക്കമാണ് ഈ കാണുന്നത്. ആദ്യത്തെ ആവേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതേ തണുത്ത് വിറച്ച്. പിന്നെ റീലിനൊന്നും എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ദീപ്തി തനിക്ക് എന്ത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും ചെയ്തോ, എനിക്കൊന്നും ബോധത്തിൽ തെളിയുന്നില്ല. നാട്ടിലായിരുന്നുകൊണ്ടും സാരിയും ചൂടും എല്ലാം കൂടെ ഓർത്തിട്ട് ഞങ്ങൾ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് പിടിച്ചത്. കാരണം തലേ ദിവസമൊക്കെ നമ്മൾ ഓപ്പൺ ഹെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫേസും ഹെയറൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സാരി ഡ്രേപ്പിസ്റ്റ് ശ്രീ എത്തി. നല്ല കിടിലനായിട്ട് എനിക്ക് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് തന്നു. കണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പ്ലീസ് കമന്റ് ബിലോ. സത്യം പറഞ്ഞാൽ ഈ റീൽ എടുക്കുമ്പോഴേക്കും എനിക്ക് നല്ലപോലെ ടെമ്പറേച്ചർ കിട്ടും. പക്ഷെ നമ്മൾ റെഡി ആയ സ്ഥിതിക്ക് അത് റീൽ എടുത്തില്ലെങ്കിൽ മോശമല്ലേ?